മകനെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കിയതിന് എന്ത് കാരണമാണ് അവൾക്ക് പറയാനുള്ളത്? 30 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം രൂപയ്ക്ക് ഇവളെന്റെ മകനെ കരുതി കൊടുത്തത്. സത്യാമ്മയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയൊരു തീരുമാനം എടുക്കേണ്ടത് ശാലിനിയാ. എനിക്കറിയില്ല ശിവ, സത്യാമ്മ ഇതെങ്ങനെ അറിഞ്ഞെന്ന്. സാവകാശം എല്ലാം പറഞ്ഞു മനസ്സിലാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്ര വേഗം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സഹിക്കാൻ പറ്റുന്നതാണോ? സ്വന്തം മകൻ മരിച്ചിട്ട് അറിയിച്ചില്ല. ശാലിനി, അതുതന്നെയാ സത്യാമ്മയെ ഏറെ വേദനിപ്പിച്ചിരിക്കുന്നതും. അത് ഞാനും അറിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ടല്ലേ. ഒരാളെ അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ തന്നെയാ രേഷ്മയെ പറഞ്ഞ് വിലക്കിയത്. പക്ഷേ അതൊന്നും സത്യാമ്മയ്ക്ക് അറിയില്ലല്ലോ. സത്യാമ്മയ്ക്ക് മുന്നിൽ മകന്റെ മരണം മറച്ചു വെച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത പെരും കള്ളിയുടെ സ്ഥാനമല്ലേ ശാലിനിക്ക് കിട്ടിയിരിക്കുന്നത്? എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ആരെയും സങ്കടപ്പെടുത്തരുതെന്ന് കരുതി എല്ലാ സങ്കടങ്ങളും ഒറ്റയ്ക്ക് വിലയ്ക്ക് വാങ്ങി സ്വയം കണ്ണീരൊഴുക്കുക. ഇതിനു മാത്രം കരയാൻ പോയാലേ തനിക്ക് കണ്ണീരുണ്ടാവില്ലടോ. സത്യാമ്മ ഇതൊന്നും കാണുകയില്ല. നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം തിന്മയായി വരും. എനിക്കിതിപ്പോ ഇന്നും ഇന്നലെയും കിട്ടുന്ന അനുഭവമൊന്നുമല്ല. ആരെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നൊക്കെ എനിക്ക് അനുഭവം കിട്ടിയിട്ടുമുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ നിസ്സഹായാവസ്ഥ സത്യാമ്മയെ അറിയിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ല. അതിന് തന്നെ അറിയാനുള്ളൊരു ശ്രമമെങ്കിലും സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ? നമുക്ക് കാത്തിരിക്കാം. ഒരിക്കൽ കുട്ടിയടിച്ച വാതിൽ സത്യാമ്മ തുറക്കണമെങ്കിൽ സത്യാമ്മ സത്യം മനസ്സിലാക്കുക തന്നെ വേണം. എന്നോടുള്ള വെറുപ്പ് ഇല്ലാതാവണമെങ്കിലും അത് മാത്രം ഏക പോം വഴി. ഇവിടെ ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ നോക്കി സങ്കടപ്പെടാനേ എനിക്ക് പറ്റൂ. ഇതിനെല്ലാം കാരണം ആ സുസ്മിതയാ. സുസ്മിതയോ? അതെ, ഒരു ഇൻഷുറൻസ് ഏജന്റിനെയും കൊണ്ട് അവരിവിടെ വന്നിരുന്നു. എന്നിട്ട് സുസ്മിതയാ എല്ലാ കാര്യങ്ങളും സത്യാമ്മയോട് പറഞ്ഞത്. ഓ, അപ്പൊ എന്റെ പിന്നാലെ നടന്ന എല്ലാം അവൾ അന്വേഷിക്കുന്നുണ്ട്. എന്റെ നാശം കണ്ടിട്ട് അവൾ അടങ്ങും. ഇവക്കെന്താ ശാലിനിയോട് ഇത്ര പക? ശാലിനിയുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ തന്നെയാണല്ലോ ഈ സുസ്മിതയുടെ സ്ഥാനം. സ്നേഹപ്പക. അവൾ ആഗ്രഹിച്ച ജീവിതം ഞാനായിട്ട് തകർത്തോന്ന് അവൾ പറയുന്നു. ആ പക എന്റെ മരണത്തോടെ അവൾ അവസാനിപ്പിക്കും. ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. അതെന്തിനാണാവോ? ഇവിടെ ഉള്ളവരെ കൂട്ടത്തോടെ ദഹിപ്പിക്കാൻ നടക്കുന്നവളാ അവള്. അപ്പൊ പിന്നെ അവള് വീണ്ടും വരണമല്ലോ.